വൈൽഡ് ഡേ ട്രാവൽ ടൈൽസിൻ്റെ പുതിയ വൈൽഡ് ലൈഫ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ തവണത്തെ നമ്മുടെ വീഡിയോ ഏഴാറ്റുമുഖം, അതിരപ്പള്ളി എന്നീ സ്ഥലത്തുള്ള കാഴ്ചകളാണ്. ഏഴാറ്റുമുഖത്തുള്ള ആനക്കാഴ്ചകളാണ് ഈ കാണുന്നത്. കാലാവധി കഴിഞ്ഞ എണ്ണപ്പനകൾ വെട്ടിക്കളഞ്ഞ് അവിടെ പൈനാപ്പിൾ കൃഷി ചെയ്യാൻ നിലമൊരുക്കുകയാണ് അതിൻ്റെ ഉടമസ്ഥർ. ഇങ്ങനെ വെട്ടിയിട്ട പനകൾ തിന്നാൻ വരുന്ന ആനകളെയാണ് വീഡിയോയിൽ കാണുന്നത്. ഒന്നും രണ്ടും അല്ല, ഒരു 10-25 എണ്ണെങ്കിലും കാണും. കേരളത്തിൽ ഇത്രയധികം ആനകളെ ഒരുമിച്ച് കാണുന്നത് അപൂർവ കാഴ്ചയാണ്. ഈ ദൃശ്യത്തിൽ കാണുന്നത് അതിരപ്പള്ളിയിലെ പ്രശസ്തനായ ആന ഏഴാറ്റുമുഖം ഗണപതിയാണ് കേട്ടോ. ഞങ്ങൾ പാണ്ഡമേഴാമ്പലിൻ്റെ ചിത്രമെടുക്കാനായിട്ട് പുഴയുടെ വക്കിൽ നിൽക്കുമ്പോഴാണ് ഇവൻ കാട്ടിൽ നിന്ന് പതുക്കെ കയറി വരുന്നത്. അവനവിടെ നിന്ന് ഒരു കുളിയൊക്കെ പാസ്സാക്കി പതുക്കെ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കരയിലേക്ക് കയറി പോകാനുണ്ടായത്. വീഡിയോയിൽ കേൾക്കുന്നത് മഴ പെയ്യുന്ന ശബ്ദമാണ്. മഴയത്ത് ആന പുഴയുടെ അരികിലൂടെ വരുന്നത് കാണാൻ നല്ല രസമുള്ളൊരു കാഴ്ചയായിരുന്നു. അപ്പുറത്ത് നിൽക്കുന്നത് ഏഴാറ്റുമുഖം ഗണപതിയാണെന്ന് മനസ്സിലായതോടെ ഞങ്ങളുടെ പേടിയൊക്കെ മാറി. എന്താ വെച്ചാൽ ഇവനെ ഇതുവരെയ്ക്ക് ആരെയും ആക്രമിക്കുകയോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ ഒരു ആനയല്ല. വെളിച്ചമൊക്കെ മായുന്ന ഒരു 6:30 സമയത്താണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അതാണ് ഇതിൽ കുറച്ച് വെളിച്ചക്കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ മാത്രമല്ല, അവിടെ ഇപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ തന്നെ അവിടെ ഇറങ്ങി വീഡിയോ എടുക്കാനൊന്നും ഫോറസ്റ്റുകാരും അതിൻ്റെ ബാക്കിയുള്ള ഉദ്യോഗസ്ഥന്മാരൊന്നും സമ്മതിക്കില്ല. നമ്മൾ ജസ്റ്റ് കാറിലിരുന്നിട്ട് ഒരു ചെറിയ ക്ലിപ്പ് നമുക്ക് കിട്ടിയത് ഭാഗ്യത്തിന് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആനയുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിനെ കാണാനും വീഡിയോ എടുക്കാനൊന്നും അങ്ങോട്ട് ഓടിയിട്ട് കാര്യമില്ല. അവിടെ നല്ല നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ തീറ്റയൊക്കെ കഴിഞ്ഞ് ഈ കാണുന്ന റോഡിൽ കൂടെ പുഴയിലേക്ക് ഇത് റോഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുഴയാണ്. ഈ പുഴയിലേക്ക് ഇവർ വരികയാണ്. അപ്പോൾ നമ്മുടെ വണ്ടികളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്കും ബുദ്ധിമുട്ട്, നമുക്കും ബുദ്ധിമുട്ട്. ഈ വീഡിയോയിൽ കാണുന്നത് ചാരവരിയൻ പ്രാവാണ്. മിക്ക കാട്ടുപ്രദേശത്തും ഇതിനെ കാണാം. ഇത് അതിരപ്പള്ളി പോണ വഴിക്ക് ഞങ്ങൾക്ക് റോഡ് സൈഡിൽ ഈ മരത്തിൽ നിന്ന് കിട്ടിയതാണ്. ഈ മഞ്ഞ കായ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ആർക്കെങ്കിലും അറിയാവുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരുന്നു. പക്ഷേ തിന്നാനായിട്ട് ധാരാളം പക്ഷികൾ വരുന്നുണ്ട് അവിടെ. അപ്പോൾ ഞങ്ങൾക്കറിയായിരുന്നു വേഴാമ്പൽ വരുന്നത്, അതായത് പാണ്ഡമേഴാമ്പൽ. പാണ്ഡമേഴാമ്പലിനെ നമുക്ക് ഇവിടുന്ന് കിട്ടുകയും ചെയ്തു. അതിൻ്റെ ചിത്രം ഈ വീഡിയോയുടെ ഇടയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കിളികളെയൊക്കെ കണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അറിയാണ്ട് ആ വെള്ളത്തിൻ്റെ സൈഡിലേക്ക് ഒന്ന് നോക്കിയപ്പോൾ അവിടെ മുതലൊക്കെ എടുക്കണ്ടോ എന്നൊരു സംശയം. അകലെന്നാണ് കണ്ടത്, വ്യക്തമായിട്ട് റോട്ടിൽ നിന്ന് കാണാൻ പറ്റില്ല. അപ്പോൾ അവിടെ 2 പേര് ഇരിക്കുന്നുണ്ടായിരുന്നു, അവിടുത്തെ നാട്ടുകാർ തന്നെയാണ്. അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അവിടെ ഉണ്ട്, അവിടെ ഒരു മുതല കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ചാലക്കുടി പുഴയുടെ പല പ്രദേശത്തും മുതലകളെ കണ്ടെത്തിയതായിട്ട് റിപ്പോർട്ടുകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിനെ കാണുന്നത് 2ാമത്തെ വട്ടമാണ്. അതിരപ്പള്ളിയിൽ പോകും വഴി പിള്ളപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ മുതലേനെ സ്ഥിരമായിട്ട് കാണുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഇപ്പോൾ വെള്ളമൊക്കെ കുറവായ കാരണം പല സഞ്ചാരികളും കുളിക്കാനൊക്കെ ആയിട്ട് ഇവിടെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പുഴയുടെ സൈഡിൽ കൂടെ പോയപ്പോൾ പല സ്ഥലത്ത് ആൾക്കാർ കുളിക്കുന്നതൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇവിടെ മുതലുണ്ടെന്നുള്ള കാര്യം ഈ കുളിക്കാൻ ഇറങ്ങുന്ന ആൾക്കാർ ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും. ശുദ്ധജലത്തിൽ കാണുന്ന ഈ മുതലേനെ മഗ്ഗർ മുതല എന്നാണ് പറയുന്നത്. ഉത്തരേന്ത്യയിലൊക്കെ പോകുമ്പോൾ ഇതുപോലെയുള്ള ജലാശയങ്ങളിലൊക്കെ ഈ മുതലേനെ സാധാരണയായിട്ട് ഞങ്ങൾ കാണാറുണ്ട്. പക്ഷെ കേരളത്തിൽ ഇങ്ങനെ മുതലേനെ ഇപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ കാണുന്നത് ആദ്യമായിട്ടാണ്.
പശ്ചിമഘട്ടത്തിൻ്റെ നിത്യഹരിത വനങ്ങളിൽ നിന്നും ഉത്ഭവിച്ച് കാടുകളെയും മലനിരകളെയും തഴുകി ഒഴുകുന്ന ഈ പുഴയാണ് അതിരപ്പള്ളിയുടെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം. ആനമനയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ പുഴ നിരവധി അപൂർവ മത്സ്യങ്ങളും സസ്യജാലങ്ങളും നിറഞ്ഞതാണ്. ഈ ദൃശ്യത്തിൽ കാണുന്നത് പാണ്ടൻ വേഴാമ്പലാണ്. മലബാർ പെയ്ഡ് ഹോൺബിൽ എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷിലുള്ള പേര്. പുഴയും കാടും ചേരുന്ന വനപ്രദേശത്ത് മാത്രമാണ് ഇവയെ കാണാൻ കഴിയുന്നത്. അതിരപ്പള്ളിയിലെ പുഴയോരങ്ങളും നിത്യഹരിത വനങ്ങളും ഇവയുടെ പ്രധാന ആവാസ വ്യവസ്ഥാ കേന്ദ്രമാണ്. അതിരാവിലെയും വൈകിട്ടുമാണ് അതിരപ്പള്ളിയിൽ സാധാരണ ഇവരെ കണ്ടുവരുന്നത്. മലമുഴക്കി വേഴാമ്പലിനെ അപേക്ഷിച്ച് വലിപ്പം കുറവാണ് ഇവർക്ക്. അതിരപ്പള്ളിയിലെ പുഴയോരത്തെ ഉയരമുള്ള മരങ്ങൾ ഇവയ്ക്ക് സുരക്ഷിതമായി കൂടൊരുക്കാനും ഇര തേടാനുമുള്ള സൗകര്യമൊരുക്കുന്നു. ഇതേ നിറത്തിൽ ഉത്തരേന്ത്യയിൽ കാണുന്ന ഹോൺബില്ലുകളെ ഓറിയൻ്റൽ പൈഡ് ഹോൺബിൽ എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന വേഴാമ്പലുമായിട്ട് സാമ്യം മാത്രമാണുള്ളത്. ഇനി വരാൻ പോകുന്ന വിഷല് നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെയാണ് കേട്ടോ. ഇത് വേനൽക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെള്ളച്ചാട്ടം ശോഷിച്ച് ഈ കാണുന്ന പോലെ തീരും. ഇത് എല്ലാ വേനൽക്കാലത്തും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ മഴക്കാലത്ത് കാണുന്ന ഭംഗിയൊന്നും ഈ വേനൽക്കാലത്ത് നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് ഇല്ല എന്ന് തന്നെ പറയാം. ഈ മാൻകൂട്ടങ്ങളെ നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ പോണതിൻ്റെ അവിടെ നിന്ന് കണ്ടതാട്ടാ. ഇപ്പോൾ പുള്ളിമാനെ ഇപ്പോൾ നമ്മൾ കാണാത്തൊന്നുമില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ അത് അതിരപ്പള്ളിക്ക് അടുത്ത് തന്നെ ഇവരെ കണ്ടപ്പോൾ നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളതാണ്. അതിരപ്പള്ളി പുഴയുടെ ദൃശ്യം തന്നെയാണിത്. ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് ഏപ്രിൽ മാസത്തിലാണ്. ഏപ്രിൽ മാസത്തിലെ അവിടുത്തെ കാലാവസ്ഥയും കൂടി കാണുന്നവർക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു 6:30ക്ക് ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോന്നു. തിരിച്ചു പോരുമ്പോഴുള്ള ദൃശ്യമാണിത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ വീക്ഷിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.